ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SEO ചെയ്യുന്നവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട SEO ടൂൾസിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നിവിടെ ഒരു 10 ടൂൾസിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഇതിക്ക് മുന്നേ ചെയ്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത ടൂൾസിനെ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസ് കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഐ ബട്ടണിൽ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടൂളിലോട്ട് കിടക്കാം. ആദ്യ ടൂളിൻ്റെ പേരാണ് ഗൂഗിൾ ലൈറ്റ് ഹൗസ്. ഗൂഗിൾ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു വെബ്സൈറ്റിൻ്റെ പെർഫോമൻസിനെ അറിയാനാണ് ഗൂഗിൾ ലൈറ്റ് ഹൗസ് പ്രൈമറി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പലർക്കും അറിയാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ടൂള് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഒരു ക്രോം എക്സ്റ്റൻഷനിലൂടെയും രണ്ടാമത് നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം എങ്ങനെയാണ് ക്രോം എക്സ്റ്റൻഷൻ വഴി യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ക്രോം എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാനായിട്ട് ഗൂഗിൾ ലൈറ്റ് ഹൗസ് എക്സ്റ്റൻഷൻ സെർച്ച് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഫസ്റ്റ് റിസൾട്ട് തന്നെ വരും ലൈറ്റ് ഹൗസ് ഫോർ ഗൂഗിൾ ക്രോം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഞാൻ ഓൾറെഡി ഇവിടെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റിമൂവ് ഫ്രം ക്രോം എന്ന് കാണിക്കുന്നത്. നമുക്കിവിടെ റിമൂവ് കൊടുക്കാം. ഒന്നുകൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ദെൻ ആഡ് ടു ക്രോം. ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട്. ദെൻ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നമുക്കിനി എക്സ്റ്റൻഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറുക. ഞാനിപ്പോൾ ഇവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് നമുക്ക് അറിയാനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളുടെ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഒരു ചെറിയ സിമ്പിൾ കാണാൻ പറ്റും. എക്സ്റ്റൻഷൻസിൻ്റെ ഏരിയതുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ജനറൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലോഡിംഗ് ഫേസ് ആണ്. ഈ ഒരു ലോഡിംഗ് ഫേസ് കഴിഞ്ഞ ശേഷം റിസൾട്ട് നമുക്ക് കാണിച്ചു തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിപ്പോർട്ട് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് നമുക്ക് വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ്, ആക്സസിബിലിറ്റി, ബെസ്റ്റ് പ്രാക്ടീസസ്, ദെൻ SEO സ്കോർ ഉൾപ്പെടെ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൂൾ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണിച്ചു തരുന്ന മിസ്റ്റേക്സ് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്താൽ അതുപോലുള്ള ബെനിഫിറ്റ്സ് നമ്മുടെ വെബ്സൈറ്റിന് കിട്ടുന്നതാണ്. റാങ്കിങ്ങിലും അതേപോലെ യൂസർ എക്സ്പീരിയൻസിലും എല്ലാം നല്ലൊരു ചേഞ്ച് നമുക്ക് ഇതിൽ കാണിക്കുന്ന എററുകളും മറ്റും സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടൂളാണ് യൂബർ സെർച്ച്. യൂബർ സെർച്ചിൻ്റെ സൈറ്റ് ഓഡിറ്റിംഗ് ടൂളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ടൂളും നമുക്കൊരു ഓഡിറ്റിംഗ് റിപ്പോർട്ട് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ മെയിനായിട്ടും ഒരു വളരെ സിമ്പിളായിട്ടുള്ള റിപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ യൂബർ സെർച്ച് തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. നമുക്ക് യൂബർ സെർച്ച് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യൂബർ സെർച്ച് എന്ന് ആദ്യം സെർച്ച് ചെയ്യുക. യൂബർ സെർച്ച് വെബ്സൈറ്റ് ഓഡിറ്റ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് നമുക്ക് കാണാൻ പറ്റും നീൽ പട്ടേൽ സൈറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് യൂബർ സെർച്ചിൻ്റെ സൈറ്റ് ഓഡിറ്റിങ്ങിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് തന്നെ ഓഡിറ്റ് ചെയ്യാം. നമുക്കിവിടെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL പേസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ വെബ്സൈറ്റിൻ്റെ URL കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും ക്രോൾ ചെയ്യാനായിട്ട്. ആ സമയം കഴിയുമ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുന്നതാണ്. നമുക്ക് ചെക്ക് ചെയ്യാൻ എങ്ങനെ ഇരിക്കുന്നതാണ്. നമ്മുടെ റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്തായിരുന്നു. ഏകദേശം 10 മിനിറ്റോളം എടുക്കും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിരുന്നത്. ഏകദേശം ഒരു 5 to 6 മിനിറ്റ്സ് എന്തായാലും എടുത്തിട്ടുണ്ട് റിപ്പോർട്ട് ജനറേറ്റ് ആകാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ടായിരിക്കും യൂബർ സെർച്ച് നമുക്ക് SEO ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഓൺ ബേസ് സ്കോർ, മന്ത്ലി ട്രാഫിക്, ഓർഗാനിക് കീവേഡ്, ബാക്ക് ലിങ്ക്സ്. വളരെ ഹെൽപ്ഫുൾ ആയ ഒരു ടൂളാണിത്. അതുപോലെ തന്നെ നമുക്ക് ഈ പേജുകളുടെ ഇഷ്യൂസ് അറിയാം. ഇതൊരു പെയ്ഡ് ടൂളാണ്, പെയ്ഡ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് അറിയാനേ ഉള്ളൂ. ബാക്കി ഒരു ബേസിക് ആയിട്ട് ഒരു ബിഗിനർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് എന്നൊരാൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. പെയ്ഡ് വെർഷൻ യൂസ് ചെയ്തതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടും കാരണം കിട്ടുന്നുണ്ട്. അതുപോലെ സൈറ്റിൻ്റെ സ്പീഡ് അറിയാണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലോഡിംഗ് ടൈം എത്രയാണ് നമ്മുടെ വെബ്സൈറ്റിന് ലോഡിംഗ് ടൈം, മൊബൈലിലും ഡെസ്ക്ടോപ്പിലും അതുപോലെ ഓരോ വേർഷൻസിലും നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ് അറിയാൻ പറ്റുന്നുണ്ട്. ഈ വെബ്സൈറ്റ് സ്പീഡ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. റാങ്കിങ് ഫാക്ടർ, അതായത് നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്ന റാങ്കിങ് ഫാക്ടറാണ് വെബ്സൈറ്റിൻ്റെ സ്പീഡ്. അതുപോലെ തന്നെ യൂസർ എക്സ്പീരിയൻസിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഈ സൈറ്റ് സ്പീഡ് എന്ന് പറയുന്നത്. കാര്യം സൈറ്റ് ഓഡിറ്റ് ചെയ്യാൻ പറ്റിയ 2 ടൂളും പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഗൂഗിളിൻ്റെ ലൈറ്റ് ഹൗസ്, 2 യൂബർ സെർച്ച്. നമുക്കിനി അടുത്ത ടൂളിലോട്ട് കിടക്കാം. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ടെസ്റ്റ് മൈ സൈറ്റ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. അതും ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതും ഒരു ഓഡിറ്റിംഗ് ടൂൾ തന്നെയാണ്. നമ്മൾ ഈ കൂടുതൽ ഓഡിറ്റിംഗ് ടൂൾ തന്നെ പരിചയപ്പെടുന്നത് വെച്ചാൽ SEO ചെയ്യുന്ന ഒരാൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൈറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരുപാട് ഓഡിറ്റിംഗ് ടൂൾസ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു മെജോറിറ്റി, ഒരു ഭൂരിഭാഗം ടൂൾസും നമുക്ക്
റോങ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് തരുന്നത്. അപ്പോൾ ഇച്ചിരി ആക്യുറേറ്റ് ആയ റിസൾട്ടുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് വെർഷൻ യൂസ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രസ്റ്റഡ് ആയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് മാക്സിമം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ടെസ്റ്റ് മൈ സൈറ്റ് എന്ന പ്ലാറ്റ്ഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക, തിങ്ക് വിത്ത് ഗൂഗിൾ ടെസ്റ്റ് മൈ സൈറ്റ് എന്ന് സെർച്ച് ചെയ്യുക, എന്നാലേ അത് കിട്ടുള്ളൂ. നമുക്കിത് സെർച്ച് റിസൾട്ടിനകത്ത് ഫസ്റ്റ് കിടക്കുന്നുണ്ട് തിങ്ക് വിത്ത് ഗൂഗിൾ ടെസ്റ്റ് മൈ സൈറ്റ് എന്ന ആ ഒരു സെർച്ച് റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, നമുക്കിവിടെ നമ്മുടെ ഡൊമൈൻ ആഡ് ചെയ്യാനുള്ള, നമ്മുടെ ഡൊമൈൻ ഇവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ അവിടെ നമ്മുടെ വെബ്സൈറ്റിന്റെ ഡൊമൈൻ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ റൺ ചെയ്യുക. അടുത്തൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റിന്റെ സ്പീഡ് ഡാറ്റ കിട്ടാനാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, അവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ 3G or 4G ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും ആരോ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷമാണ് നമ്മൾ റിപ്പോർട്ട് വരുന്നത്. നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മുടെ റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ വെബ്സൈറ്റിന്റെ ലോഡിംഗ് ടൈം. ഇത് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള റിസൾട്ട് ആയിരിക്കും ഇവിടെ കിട്ടുന്നത് നമുക്ക്, നമ്മുടെ വെബ്സൈറ്റ് ലോഡിംഗ് ടൈം. അതേപോലെ തന്നെ വെബ്സൈറ്റ് ലോഡിംഗ് ടൈം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരുപാട് സജഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ റിപ്പോർട്ടുകളെല്ലാം നമുക്ക് നമ്മുടെ മെയിലിൽ കിട്ടുന്നതാണ്. അതാണ് എൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ നമ്മുടെ മെയിലിൽ കിട്ടാനായിട്ട് നമുക്ക് ഈ റിപ്പോർട്ട് ഫുള്ള് നമുക്ക് മെയിലിൽ കിട്ടാനായിട്ട് ഗെറ്റ് ഫുൾ റിപ്പോർട്ട് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡിയും കമ്പനി നെയിമും നമ്മുടെ കൺട്രിയും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഇമെയിൽ റിപ്പോർട്ടായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ടൂളിലോട്ട് പോകാം. അടുത്ത ടൂളിലേക്ക് പോകുന്നുമ്പ് നമ്മളിപ്പം ഓഡിറ്റ് ചെയ്യുന്ന 3 ടൂൾ പരിചയപ്പെട്ടു. ഒന്ന് വെച്ചാൽ യൂബർസാസ്റ്റ്, ദെൻ ടെസ്റ്റ് മൈ സൈറ്റ്, ദെൻ എന്ന് വെച്ചാൽ ലൈറ്റ് ഹൗസ്. 3 ടൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വരുന്ന ടൂൾസ് ആണ്. നമുക്കിനി അടുത്ത സൈറ്റിന്റെ സ്പീഡ് ചെക്ക് ചെയ്യാനായിട്ട്, വെബ്സൈറ്റിന്റെ സ്പീഡ് മാത്രം ചെക്ക് ചെയ്യാനായിട്ട്, അതായത് ഒരു നല്ല റിസൾട്ട്, അതായത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു ടൂളിലോട്ട് പോകാം. ആ ടൂളിന്റെ പേരാണ് GT മെട്രിക്സ്. സൈറ്റിന്റെ വെബ്സൈറ്റിന്റെ സ്പീഡ് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് GT മെട്രിക്സ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ക്രോമിൽ സെർച്ച് ചെയ്യുക GT മെട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും GT മെട്രിക്സ്. ഓക്കെ, നമുക്ക് GT മെട്രിക്സ് ഇങ്ങനെയാണ് GT മെട്രിക്സ് ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ വെബ്സൈറ്റിന്റെ URL കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിനു ശേഷം ടെസ്റ്റ് യുവർ സൈറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും ഇത് ലോഡ് ചെയ്യാനായിട്ട്. ലോഡ് ചെയ്തതിനു ശേഷം നമുക്കിവിടെ റിപ്പോർട്ട്, ഈ വെബ്സൈറ്റിന്റെ ലോഡിംഗ് ടൈമിനെ കുറിച്ചുള്ള റിപ്പോർട്ട് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് ലോഡിംഗ് സമയത്തിന് ശേഷം നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് GT മെട്രിക്സിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ സൈറ്റ് സ്പീഡ് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ വെബ്സൈറ്റിന്റെ ഓരോ പോർഷൻസിലും എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട് നമുക്ക് ലോഡ് ചെയ്യാനുള്ളത്. ഒരു ഇൻഡെപ്ത് ഡീറ്റെയിൽസ് ആണ് നമുക്ക് GT മെട്രിക്സിൽ കിട്ടുന്നത്. ഇത് കംപ്ലീറ്റ്ലി വെബ്സൈറ്റിന്റെ സ്പീഡ് അറിയാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊരു വളരെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് നമ്മുടെ വെബ്സൈറ്റിന്റെ സൈറ്റ് സ്പീഡ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓരോ വെബ്സൈറ്റിന്റെ സൈറ്റ് സ്പീഡ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് GT മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടൂളാണ് ഗൂഗിൾ ട്രെൻഡ്സ്. ഗൂഗിൾ ട്രെൻഡ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സമയത്ത് ഗൂഗിളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് അറിയാനായിട്ടാണ്. അറിയാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിനെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ സെർച്ചിങ് ടേം എന്താണ്, നമ്മൾ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്, ട്രെൻഡിങ് ആയിക്കൊണ്ട്, അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കിൽ എന്താണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യാം. നമ്മുടെ റിസൾട്ട് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സെർച്ച് ടേമിൽ ആ ഒരു റിലേറ്റഡ് ടോപ്പിക്സിൽ ഉണ്ടായിരിക്കുന്ന ട്രെൻഡിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തെയും, അതിപ്പം നമുക്കിവിടെ റീജിയൻസ് കാണിച്ചത്, ഈ റീജിയൻസിൽ ഉണ്ടായിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടോപ്പിക്കിനെ കുറിച്ച്. റിലേറ്റഡ് ടോപ്പിക്സ് റിലേറ്റഡ് ക്വയറീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കാര്യം വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൂഫ്സ്, പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ. അതായത് ഈ ഒരു ടേമിനെ കുറിച്ച് നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ട്, അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന
ടോപ്പിക്കിനെ കുറിച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ടൂളാണ് SEO മോഫോ. SEO മോഫോ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ പഠിച്ചിരുന്നത് എന്താണ് SEO മോഫോ, എന്തിനാണ് SEO മോഫോ യൂസ് ചെയ്യുന്നത്. SEO മോഫോ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ പേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ക്യാരക്ടർ ലിമിറ്റ് ആയി അല്ലെങ്കിൽ ഇത് എക്സീഡ് ചെയ്ത് പോകുമോ, ഇത് എങ്ങനെയായിരിക്കും പ്രിവ്യൂ കാണുന്നതെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. പക്ഷെ അത് അറിയാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് SEO മോഫോ. അതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ യോസ്റ്റ് പ്ലഗിൻ യൂസ് ചെയ്യണം. പക്ഷേ എല്ലാവർക്കും യോസ്റ്റിലോട്ട് ആക്സസ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലിമിറ്റേഷൻസ് മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു SEO മോഫോ ടൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ടൂളിലോട്ട് പോകാം. നമ്മളിനി അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് AHREF എന്ന് പറയുന്ന HTML അട്രിബ്യൂട്ട് ആണ്. ആക്ച്വലി അതൊരു ടൂളല്ല, പക്ഷെ അത് വളരെയേറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു HTML ടാഗ് ആണ്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന W3 സ്കൂളാണ്. അപ്പോൾ ഇത് ലഭിക്കുവാനായിട്ട് നമുക്കിവിടെ സെർച്ച് ബാറിൽ AHREF HTML ടാഗ് സെർച്ച് ചെയ്യുക. ആ സമയം നമുക്ക് ഇവിടെ കാണാൻ പറ്റും HTML ടാഗ് W3 സ്കൂൾസ് റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ വരുന്നത് ഇവിടെ കുറേ HTML കോഡുകളാണുള്ളത്. ഈ HTML കോഡുകൾ എന്തിനാണെന്ന് വെച്ചാൽ ആങ്കർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഓരോ വെബ്സൈറ്റിനകത്ത് ക്ലിക്കബിൾ ആയിട്ടുള്ള ചില വേർഡുകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേയിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ പർട്ടിക്കുലർ വേർഡിന് ഒരു ലിങ്ക് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലിങ്ക് അറ്റാച്ച് ചെയ്യാം. പക്ഷേ അത് എല്ലാ പ്ലാറ്റ്ഫോമിലും അങ്ങനത്തെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണെന്നില്ല. ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു HTML ടാഗാണ് AHREFന്റെ ഈ ടാഗ്. അതായത് ഈ ഫസ്റ്റ് ആണ് ഈ ഒരു ടാഗ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ടാഗ് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുക. അതായത് ഈ HTTP ഇവിടെ നമുക്ക് ഏത് വെബ്സൈറ്റിലോട്ടാണോ റീഡയറക്ട് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റ് ലിങ്ക് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം visit w3schools.com എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ കീവേഡിനെ ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വിസിറ്റ് W3 സ്കൂൾസ് അല്ലെങ്കിൽ നമുക്കിവിടെ xyz.com എന്ന കീവേഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ കീവേഡ് ക്ലിക്കബിൾ ആയിട്ട് കിട്ടുന്നതാണ്. സോ നമുക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു വെബ്സൈറ്റിനകത്ത് നമുക്ക് ഈ ഒരു HTML ടാഗ് യൂസ് ചെയ്ത് നമുക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ ടൂളാണ് മോസ്ബാർ. മോസ്ബാറിന് ഒരുപാട് യൂസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് മോസ്ബാർ വെച്ച് ഒരു വെബ്സൈറ്റിന്റെ PA യും DA യും അറിയാനാണ്. PA DA എന്താണെന്ന് വെച്ചാൽ PA എന്ന് വെച്ചാൽ പേജ് അതോറിറ്റി, DA ആൻഡ് ഡൊമൈൻ അതോറിറ്റി. അപ്പോൾ മോസ്ബാർ എടുക്കാനായിട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക മോസ് PA ആൻഡ് DA ചെക്കർ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ മോസ് PA DA ചെക്കർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ വരുന്നുണ്ട് മോസിന്റെ ഫ്രീ ഡൊമൈൻ SEO അനാലിസിസ് ടൂൾ എന്ന് കാണുന്നുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയിരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ PA യും DA യും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ URL അവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ അനലൈസ് ഡൊമൈൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന്റെ ഡൊമൈൻ അതോറിറ്റിയും അതുപോലെ തന്നെ റാങ്കിങ് കീവേഡ്സും സ്പാം സ്കോറും ഒക്കെ നമുക്കിവിടെ അറിയാൻ വരുന്നുണ്ട്. അപ്പം മോസ് നമുക്ക് ഇങ്ങനെ മാത്രമല്ല, മോസ് നമുക്ക് എക്സ്റ്റൻഷൻ വഴിയും യൂസ് ചെയ്യാം. മോസിന്റെ എക്സ്റ്റൻഷൻ ജസ്റ്റ് ക്രോമിൽ സെർച്ച് ചെയ്താൽ നമുക്ക് മോസിന്റെ എക്സ്റ്റൻഷൻ കിട്ടും. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു മുകളിൽ തന്നെ നമുക്ക് മോസിന്റെ ഏതാണ് PA DA നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഗൂഗിൾ അനലിറ്റിക്സിനെ കുറിച്ച് അതെന്താണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. നമ്മുടെ വെബ്സൈറ്റിനെ മാത്രമല്ല നമ്മുടെ അഡ്വർടൈസ്മെന്റും അതുപോലെ നമ്മുടെ അഡ്വർടൈസ്മെന്റിനെ റീടാർഗറ്റ് ചെയ്യാനും അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് യൂസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത ഗൂഗിൾ അനലിറ്റിക്സ് അല്ലാത്ത മറ്റൊരു ടൂള് നമുക്ക് ചെക്ക് ചെയ്യാം. അതാണ് സെർച്ച് കൺസോള്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു സെർച്ച് കൺസോൾ എന്താണെന്നുള്ളത്. സെർച്ച് കൺസോളും ഗൂഗിൾ അനലിറ്റിക്സ് എല്ലാം ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. സെർച്ച് കൺസോൾ എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ഓണർഷിപ്പ് വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് സെർച്ച് കൺസോൾ. സെർച്ച് കൺസോൾ ഓണർഷിപ്പ് വെരിഫൈ ചെയ്യുന്നതിനുപരി നമ്മുടെ വെബ്സൈറ്റ് എററുകളും കാര്യങ്ങളും കൃത്യമായിട്ട്, അതേപോലെ തന്നെ വെബ്സൈറ്റിന്റെ സൈറ്റ് സ്പീഡ് ചെക്ക് ചെയ്യാനും സെർച്ച് കൺസോൾ ഒരു സ്പേസ് ഉണ്ട്. നമ്മുടെ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് സെർച്ച് കൺസോളും അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ 10 ടൂൾസ് ആണ് പരിചയപ്പെട്ടത്. ഓഡിറ്റ് ചെയ്യാനും അതേപോലെ സൈറ്റിന്റെ സ്പീഡ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് 10 ടൂൾസാണ് ടോട്ടൽ പരിചയപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിന് അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ ഓഫ് പേജ് എന്താണ്, ഓഫ് പേജ് ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു നിർത്തും. അതോടെ SEO സെഷൻ, ഡിജിറ്റൽ മാർക്കറ്റ് SEO സെഷൻ കംപ്ലീറ്റ് ആകും. അതിനുശേഷം നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക.
ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു സീരീസ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിന് ശേഷം അടുത്ത വീഡിയോസ് വരുന്നതാണ്. അപ്പം ഫ്യൂച്ചറിൽ മറ്റുള്ള വീഡിയോസ് മറക്കാതെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുള്ള നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക്